ഹലോ ഗൈസ്, വീക്കെൻഡ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ബെൽഫാസ്റ്റിലുള്ള നമ്മൾ ടൈറ്റാനിക് എന്ന് നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഉണ്ടാക്കിയ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നിങ്ങൾ അവസാനം വരെ കാണുക. പിന്നെ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഭാഗത്തോട്ട് പോകാം. ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിയം ആയിട്ടാണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് ഈ ടൈറ്റാനിക് മ്യൂസിയം അറിയപ്പെടുന്നത്. ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നോർത്ത് ഐലൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബെൽഫാസ്റ്റിലാണ്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് നടത്താം. ബെൽഫാസ്റ്റിൽ വന്ന് വണ്ടി ഇറങ്ങുന്ന ആർക്കും നമുക്ക് നടന്നു വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടുന്ന് ബസ് ഷട്ടിൽ സർവീസ് എവറി 10 to 15 മിനിറ്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഗ്ലൈഡർ ബസ്സും അതുപോലെ തന്നെ ട്രാൻസ്ലിങ്ക്, മെട്രോ ഇതെല്ലാം നമുക്ക് ബെൽഫാസ്റ്റിൻ്റെ സിറ്റി സെൻറ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. വളരെ മിതമായ നിരക്കിലായിരിക്കും ടിക്കറ്റ് ചാർജുകൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാക്സിയോ ഊബറോ വിളിച്ച് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും വരാൻ സാധിക്കും. നിങ്ങൾ സ്വന്തം വണ്ടിയിലാണ് വരാൻ സാധിക്കുന്നതെങ്കിൽ അവർക്ക് അവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് അറൗണ്ട് 500 സ്പേസസ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പാർക്കിങ്ങിന് തീർച്ചയായിട്ടും അവർ ചെറിയൊരു എമൗണ്ട് ചാർജ് ചെയ്യുന്നതായിരിക്കും. അഡൽട്ടിനും ചിൽഡ്രനും അതുപോലെ തന്നെ ഫാമിലി പാസിനുമുള്ള പ്രത്യേകം റേറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏർലി മോർണിംഗ് സ്ലോട്ടുകൾ അവൈലബിൾ ആണെങ്കിൽ കുറച്ചുകൂടെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ഞങ്ങൾ ടൈറ്റാനിക് ബെൽഫാസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഓൺലൈനായിട്ട് എടുത്തിരിക്കുന്ന ടിക്കറ്റുകൾ അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മളെ അകത്തോട്ട് കയറ്റി വിടും. നമ്മളവിടെ കണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കുണ്ടായ എക്സ്പീരിയൻസുകളും കാര്യങ്ങളും എല്ലാം ചെറിയ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരുപാട് വലിച്ചു നീട്ടാതെ കൊണ്ടുപോകുന്നത്. ആദ്യത്തെ 2-3 ഗാലറി എന്ന് പറയുമ്പോൾ അത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ടുള്ള ബെൽഫാസ്റ്റിൻ്റെ ഒരു പഴയകാല ചരിത്രവും അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഷിപ്പുകൾ ഉണ്ടാക്കുമ്പം അവിടെ വേണ്ട നെയ്ത്ത് ഉപകരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നെയ്ത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തുണി തരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് അതൊക്കെ മേക്ക് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ ഏരിയയെ ബന്ധപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ലൊക്കേഷനും എല്ലാം അതിൻ്റെ അത് മെൻഷൻ ചെയ്തിട്ട് നമ്മളെ അവർ ആർട്ട് ഗാലറിയിലൂടെയും പല വിഷ്വൽസിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് പഴയ ഫോട്ടോസിലൂടെയും നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടാണ് ആദ്യത്തെ 2-3 ഗാലറി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു ഏരിയയിലോട്ടാണ് ചെല്ലുന്നത്. അതൊരു 3D എഫക്റ്റിൽ അവരോടെ ആനിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് കാണാം, ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. മോസ്റ്റ്ലി എല്ലാവരും നോക്കുന്ന ഒരു 6 മിനിറ്റ് കൊണ്ട് തീരുന്ന സംഭവം നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് എല്ലാം മനസ്സിലാക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടുന്ന് അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് ബേസ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. ആ ബേസ്മെൻറ്റിൽ നമുക്ക് ഷിപ്പിനെ കൂടുതലായിട്ട് അടുത്തറിയാനും അതിൻ്റെ ബേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ കാണിച്ചു തരും. അത് പോകുന്നത് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്ന ഒരു റൈഡിലൂടെ കയറി പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. The ride itself is 6 minutes long and has a whopping max speed of 5 miles an hour. So it isn't a roller coaster. It is educational and it will tell you the sights and sounds of shipbuilding. However, right now, the queue has just barely hit the 20 minutes. ആ റൈഡിലോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ടുള്ള അവിടെയുള്ള ഇൻസ്ട്രക്ഷൻ ബോർഡുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെയായിട്ടും പ്രാമുമായിട്ടും വരുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും. ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് 20 മിനിറ്റ്സും ഹാഫ് ആൻ അവറിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ആ റൈഡ് വന്നതിന് ശേഷം അവിടുന്ന് ഇൻസ്ട്രക്ടർമാർ നമ്മളോട് പറയും നമ്മൾ എങ്ങനെയാണ് കയറിയിരിക്കേണ്ടത്, അത് ലോക്ക് ചെയ്യേണ്ട സിസ്റ്റം എങ്ങനെയാണ്, അതെല്ലാം നമ്മളെ കാണിച്ചു തരും. എത്ര ചെറിയ കുട്ടികളെ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ റൈഡിൽ കയറി പോകാൻ സാധിക്കും. കാരണം 5 miles per hour അത് പോകുന്നത്. അതുപോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തൂടെ കണ്ട് മനസ്സിലാക്കി നമുക്ക് പോകാൻ പറ്റും. ആയിരത്തിൽ പരം ആളുകൾ ഒരേ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് അവർ ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ഒരു വിഷ്വൽ
ട്രീറ്റ് ആണത്. ഈ ചെറിയൊരു സ്പേസിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരത് വളരെ നന്നായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിലാണ് ആ ഒരു ജേർണി നമുക്ക് അവസാനം വരെ കാണാൻ സാധിക്കുന്നത്. ഷിപ്പിൻ്റെ ബേസിൽ വരുന്ന ഒരു പാളിയാണ് അവർ അതുപോലെ തന്നെ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പാളികൾ കൊണ്ടാണ് അവരൊരു ഷിപ്പ് ബിൽഡ് ചെയ്ത് അതിൻ്റെ ബേസ്മെൻ്റൊക്കെ ബിൽഡ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം നമ്മളോട് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിൽ ഒരു നഷ്ടവും നമുക്ക് തോന്നത്തില്ല ഈ ഒരു ജേർണി കഴിയുമ്പം. ഈ ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ പിന്നീട് പോകുന്ന 2-3 ഗാലറി എന്ന് പറയുമ്പം അവിടുത്തെ ലോഞ്ചും അതുപോലെയുള്ള അവിടുത്തെ ബെഡ്റൂംസും പല കാറ്റഗറിയിലുള്ള ബെഡ്റൂംസുകളും അതുപോലെ തന്നെ അവിടുത്തെ അമ്യൂണിറ്റീസുകളും പിന്നെ റെസ്റ്റോറൻറ്റ്സ് പിന്നെ അവർ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ഷിപ്പ് ബിൽഡ് ചെയ്തൊരു സ്ഥലത്താണ്. അതായത് ആ ഷിപ്പ് എവിടെയാണ് എക്സാക്ട്ലി ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഷിപ്പ് ബിൽഡ് ചെയ്തത് അതാണ് അവിടെ കാണിക്കുന്നത് നേരെ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ അത് എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്, എങ്ങനെ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ അവിടെ എങ്ങനെയാണ് ഉണ്ടായിരുന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് എക്സാക്ട്ലി ടൈറ്റാനിക്കിൻ്റെ ഒരു ഔട്ട്സൈഡിൽ നോക്കുമ്പം എന്താണ് അതിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ള സംഭവം നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് ശരിക്കും ഒരു റിയൽ ടൈറ്റാനിക്കിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വെളിയിൽ നോക്കുമ്പം എന്തൊക്കെ കാണാൻ സാധിക്കുന്നോ അതെല്ലാം അതുപോലെ തന്നെ അവർ ഈവൻ ദ റോപ്പായാലും ലൈഫ് ബോട്ടുകളായാലും എല്ലാം തന്നെ അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഓരോ ബെഡ്റൂംസും കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് വേറെ അവിടെ തൊട്ടടുത്ത രീതിയിൽ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ ബെഡുകളാണേലും അവിടെ തരുന്ന അമ്യൂണിറ്റീസുകളാണേലും എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അത് പല കാറ്റഗറിയിലുള്ള റൂംസാണ്. ചെറിയ റൂംസ് ഉണ്ടായിരിക്കും, സെക്കൻഡ് ക്ലാസ് റൂംസ്, ഫസ്റ്റ് ക്ലാസ് റൂംസ്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള റൂംസുകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനകത്തുള്ള വാഷ് ബേസിൻ, അതുപോലെ തന്നെ ഡബിൾ ഡെക്കർ കട്ടിലുകൾ, അതുപോലെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ്സുകൾ, അതുപോലെ അതെല്ലാം എക്സാക്ട്ലി ആ ഒരു സെയിം സംഭവം തന്നെ ഇവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യത്തിൽ 1911 ഇതുപോലെ ഒരു റൂമുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആ ഷിപ്പിലുണ്ടായിരുന്നു എന്ന് പറയുമ്പം ശരിക്കും ഒരു അതിശയകരമായിട്ടുള്ള കാര്യമാണ്. നല്ല റോയൽ ലുക്കാണ് ഈവൻ ഇപ്പം കാണുമ്പോഴാണെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്നത്. ഷിപ്പിലുള്ള പല ഭാഗങ്ങളിൽ ഇട്ടിരിക്കുന്ന കാർപ്പറ്റുകളെല്ലാം അവ എവിടെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് അതിനുള്ള ഓരോ സാമ്പിളുകളും അവർ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് ടച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം എന്തോരം ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് തൊട്ട് മനസ്സിലാക്കി അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തിലൂടെ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള 2-3 ഗാലറി എന്ന് പറയുമ്പം ഷിപ്പ് അന്നുണ്ടായ ആക്സിഡൻറ്റിൽ എങ്ങനെ മുങ്ങുന്നു, അതുപോലെ തന്നെ എത്ര പേർ അതിനകത്ത് മരിച്ചു, അതുപോലെ എത്ര പേർ രക്ഷപ്പെട്ടു, ഇവരുടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള പല ഘട്ടങ്ങളായിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അവർ ഗാലറിയിൽ. അതുപോലെ തന്നെ അവർ എന്താണെന്ന് ആക്ച്വലി സംഭവിച്ചത്, അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ്സ്, അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് അവരോട് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം നമുക്ക് വളരെ അടുത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള എത്ര പേര് അതിൻ്റെ അന്ന് രക്ഷപ്പെട്ടു, എത്ര പേര് അതിൻ്റെ അന്ന് മരണമടഞ്ഞു, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പേരുകളും വിവരങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അത് എന്താണ് അവിടെ സംഭവിച്ചത് ഓരോ ഘട്ടമായിട്ട് അവർ ഓരോ പില്ലർ ബൈ പില്ലറായിട്ട് അവർ സെറ്റ് ചെയ്ത് അത് വിഷ്വലി അത് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മളെ അത്. അപ്പം നമുക്കതൊരു ഡൗട്ടും കൂടാതെ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു റിയൽ പിക്ചർ നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് അവർ എത്തിച്ച് തരുന്നുണ്ട് ഈ ഒരു വിഷ്വൽസിലൂടെയൊക്കെ.
അവസാനത്തെ ഗ്യാലറിലോട്ട് വരുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് ടൈറ്റാനിക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നത്, എങ്ങനെയാണ് അത് നശിച്ച് പോയെങ്കിലും അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ആ വെള്ളത്തിനടിയിൽ അവശേഷിക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് അവർ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അത് വലിയൊരു സ്ക്രീനിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കാണിച്ച് നമ്മൾ അതിൻ്റെ മേളിൽ നിന്നിട്ട് നമുക്കത് കാണാവുന്ന രീതിയിലാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അത് വളരെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വളരെ ഒരു ഗംഭീരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേതും അവസാനത്തെ ഭാഗമായിട്ട് വരുന്നത് നമ്മുടെ ടൈറ്റാനിക് കുറച്ചുകൂടെ അടുത്ത് കാണാനായിട്ട് നമുക്ക് ഒരു വലിയൊരു സ്ട്രക്ചർ അവരോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചർ സത്യത്തിൽ അത് എയറിൽ ഇങ്ങനെ കറങ്ങുവാണ്. സംഭവം അത് നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം സത്യത്തിൽ ശരിക്കും നമുക്ക് ആ ഒരു ശരിക്കുള്ളൊരു ഫീല് കിട്ടും. അതുപോലെ ആ ഷിപ്പിനെ നമുക്ക് വളരെ അടുത്ത് കാണാനായിട്ടും പറ്റുന്നതാണ്. അതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും അന്ന് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആ ഷിപ്പിലുണ്ടായിരുന്ന ഒരു ചെയറും അതുപോലെ തന്നെ അവിടെ ഒരു വയലിനും ഒക്കെ ഇരിക്കാനാണ് കാണുന്നത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ വയലിന് പിന്നിലൊരു കഥകളുണ്ട്. ആ ഷിപ്പ് മുങ്ങുന്ന സമയത്ത് ഈ വയലിൻ ആൾക്കാർ വായിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതെല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൈറ്റാനിക്കുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് സാധനങ്ങളും അതുപോലെ ചെറിയ ചെറിയ ആൻറ്റിക്കുമായിട്ടുള്ള സോനേറിയ സാധനങ്ങളും എല്ലാം മേടിക്കാൻ അവിടെ ചെറിയൊരു ഷോപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ഫോട്ടോ സെക്ഷനായിട്ട് ഒരു സംഭവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വളരെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വളരെ അടിപൊളി സംഭവമാണത്. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് തിരിച്ചിറങ്ങി. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹോണസ്റ്റ് ആയിട്ട് റിവ്യൂ പറഞ്ഞേ. കുഴപ്പമൊന്നുമില്ല. ഐ മീൻ എന്താ പറയാ, ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നും ഇല്ലാതെയാണ് വന്നത്. നമുക്ക് ഒരു മൂവി കണ്ടു എന്നതിൽ കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് യാതൊരു ഒരു സ്റ്റഡി അങ്ങനെ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ ആഫ്റ്റർ ഓൾ ഇവിടെ ഒരു നല്ല എക്സ്പീരിയൻസ് വന്നിരിക്കുന്നു. എങ്ങനെയൊക്കെയായിരുന്നു ഒരു 1911 നിർമ്മിച്ച ഒരു ഷിപ്പിൻ്റെ അതിൻ്റെ എല്ലാ ഘടകങ്ങളും, ഈവൻ അവരുപയോഗിച്ച മെറ്റീരിയൽ, തുണി, ഫർണിച്ചേഴ്സ്, എല്ലാ സംഭവങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ. ഇത് സംഭവം ഒരു എന്താ പറയണ്ടേ, പക്ഷെ ഒരു 25 പൗണ്ടിന് പുറത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷേ ഭയങ്കര ഇച്ചിരി പൈസ കൂടുതലാന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷേ ഉണ്ട്, സാധനങ്ങൾ അതിന് മാത്രം ഉണ്ട്, കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ആ ഒരു ഫീലും ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടും കേട്ടോ. അടിപൊളി സംഭവമാണ്. ഇത് കഴിഞ്ഞ് പലപ്പോഴും ഇതിൻ്റെ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നൊമാഡിക് എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ ഒരു ഷിപ്പ് കൂടെ അവർ അന്ന് അത് കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷിപ്പ് പല കാരണങ്ങൾ കൊണ്ട് പിന്നെ തിരിച്ചിവിടെ തന്നെ വരികയും അതുപോലെ തന്നെ എങ്ങനെയാണോ ഉണ്ടാക്കി ഇരിക്കുന്നത് അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കയറി അത് വിസിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.